എനിക്ക് എന്നാലും ജീവിക്കണ്ട. എന്റെ മോനെ ഈ ഭൂമിയിലൊക്കെ എനിക്ക് ജീവിക്കണ്ട. തുണി കൊണ്ടുവന്ന് കഴിവ് അമ്മ മടക്കി കൊടുക്കണം. എല്ലാം മടക്കി രാവിലെ അവന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തോടും വെള്ളം കൊടുത്തോടും. അങ്ങ് എന്നിട്ടുടനെ അമ്മ ഞാൻ നെറ്റിയമ്മ എന്ന് പറയാം. ഇവിടെ കോളേജിൽ പോകുമ്പോ എനിക്ക് എന്നിട്ട് സമാധാനം വരണ്ടമ്മ. അല്ല തലയോട് പറയും വിളിക്കാൻ. പുനലൂരിനെ കണ്ണീരിലാഴ്ത്തി സാജൻ ജോർജിൻ്റെ വിയോഗം. കുവൈറ്റ് ലേബർ ക്യാമ്പ് ദുരന്തത്തിൽ മരണപ്പെട്ട മലയാളിയായ സാജൻ ജോർജ് പുനലൂർ സ്വദേശിയാണ്. നരിക്കൽ വാഴവിള അടിവല്ലൂർ സാജൻ വില്ല പുത്തൻ വീട്ടിൽ ജോർജ് പോത്തൻ്റെയും വത്സമ്മയുടെയും മകനാണ് 29-കാരനായ സാജൻ. ഒന്നും പറഞ്ഞില്ല. വൈകിട്ട് മിഞ്ഞന്ന് വൈകിട്ടും രാത്രി 8:30 ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാ. വെളുപ്പിനായിരുന്നു സംഭവം. 4 മണിക്ക് വേണ്ടായിരുന്നു. അത് മാത്രമേ അറിയാവൂ. അവര് ഗവൺമെന്റോ അല്ലെങ്കിൽ നോർക്കോ ഒന്നും ഔദ്യോഗികമായി നമ്മളെ അറിയിപ്പിച്ചിട്ടുമില്ല. വിളിച്ചിട്ട് ഇവരോട്ട് ഫോൺ എടുത്തിട്ടുമില്ല. കുവൈറ്റ് എംബസി ആദ്യമായിട്ട് വിദേശത്ത് പോകുന്നത്. ഇവിടെ ഈ അടൂര് മൗണ്ട് സീൻ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു. എംടെക്കാരന. അവിടെ ഒരു കമ്പനി കൊണ്ടുപോയത്. വീട്ടിലാരും അറിയിച്ചില്ല. ഞാൻ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ അറിഞ്ഞു. സുഹൃത്തുക്കളൊന്നും ഇങ്ങനെ ഫോൺ ചെയ്തില്ല. വിളിച്ചിട്ട് ആരും ഫോണും എടുത്തില്ല. അവർക്കൊന്നും അറിയത്തില്ലെന്നോ. 1.5 മാസമായി. ആദ്യത്തെ ശമ്പളം കിട്ടി 5-ാം തീയതി അയക്കുകയും ചെയ്തു. അന്ന് പോയപ്പോഴും കാറോടിച്ചാതേ പോയത്. രാത്രിയിലായിരുന്നു. ഞാൻ പോയില്ല. വെളുപ്പിനായിരുന്നേ ഇവിടെ. ഞാൻ പോയില്ല അന്ന്. അയ്യോ മൊബൈലിവിടെ കാണും. എന്താ കഴിച്ചാലോ ഇന്നത് കഴിച്ചെന്ന് പറയും. അതുപോലുള്ള മോനെ ആരുണ്ട് എന്ന് പറയുന്ന മക്കളെ എനിക്ക് വേണമെന്ന് എല്ലാം ചെയ്ത് തരും. എൻ്റെ വീട്ടിൽ വന്ന വരെയെല്ലാം തുടച്ച് തരും. പാത്രമെല്ലാം കഴിപ്പറക്കി വെച്ച് തരും. കറി വെച്ച് തരും. എനിക്ക് കാലം വയ്യാത്തോണ്ട് എൻ്റെ പൊന്നുകൊണ്ടെല്ലാം ചെയ്ത് തരും. ഇന്ന് എനിക്കത് ചെയ്ത് തരും. ഞാനും കൂടെ പോരും. ഇതുപോലൊരു മോനില്ല. ഇതുപോലൊരു മോനെ കിട്ടത്തില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പറഞ്ഞ് അവൻ എന്നെ അതിൻ്റെ ഒരു കുറവുകൂടെ ഉള്ളത് പറഞ്ഞ് അവൻ എന്നെ എന്നോടൊന്ന് പറഞ്ഞ് എനിക്ക് നിശ്ചയിക്കാറുണ്ട്. എനിക്ക് വയ്യ. എന്നെ നിശ്ചയിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കലേ. നരിക്കൽ വാഴവിള ഗ്രാമത്തെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയാണ് ഇന്നലെ ഉച്ചയോടുകൂടി ദൃശ്യമാധ്യമങ്ങളിൽ നിന്നും മനസ്സിലായത്. ഈ കുടുംബം, ഈ സാജൻ ജോർജിൻ്റെ കുടുംബം ഈ പ്രദേശവുമായി വലിയ ബന്ധമുള്ള വലിയ ഒരു കുടുംബത്തിലെ അംഗമാണ് ശ്രീ സാജൻ. 29 വയസ്സുള്ള അവിവാഹിതനായ ശ്രീ സാജൻ ഏതാണ്ട് 1.5 മാസം മുമ്പാണ് കുവൈറ്റിൽ ഈ ജോലി ലഭിച്ചു പോയത്. ഈ പ്രദേശത്തുകാർക്കും ഈ പ്രദേശത്തെ കുടുംബങ്ങളിലുമെല്ലാം വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ഈ മകൻ. ഇവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും മാത്രമാണുള്ളത്. ഏക സഹോദരി ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടും ഏതാണ്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. ഈ പ്രദേശത്തെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വലിയ സംഭവമാണ്. ഈ വാർത്ത അറിഞ്ഞ മുതൽ ഈ നാട്ടുകാർ ഒന്നടങ്കം ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്ന രാത്രിയിലും ഇന്ന് രാവിലെയും ഒക്കെയായി എത്തിച്ചേരുകയാണ്. ഗവൺമെൻറ്റും മറ്റ് മാധ്യമങ്ങളും അടക്കമുള്ളവരുടെ സജീവമായ ഇടപെടൽ മറ്റ് കാര്യങ്ങൾ വളരെ
വേഗത്തിലാക്കുമെന്ന് പ്രതീക്ഷിക്കാമെങ്കിലും വലിയ ദുഃഖത്തിലാണ് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾ. ഒരു മാസം മുൻപാണ് എംടെക് ബിരുദധാരിയായ സാജൻ ജോർജ് ജോലി ലഭിച്ചതിനെ തുടർന്ന് കുവൈറ്റിലേക്ക് പോയത്. ദുരന്തമുണ്ടായ കമ്പനിയിലെ ജൂനിയർ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് സാജൻ. വാഴവിള എന്ന പ്രദേശത്തെ വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയാണ് സാജൻ ജോർജിൻ്റെ അകാല നിര്യാണം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ ദേഹവിയോഗം നാട്ടുകാരറിയുന്നത്. അപ്പോൾ തന്നെ ഞങ്ങളെല്ലാം ഈ സ്ഥലത്തെത്തുകയും ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഒപ്പം തന്നെ വളരെ ചെറുപ്രായത്തിൽ 29 വയസ്സ് മാത്രമുള്ള അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഈ മരണം ഈ പ്രദേശത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാനുള്ള അടിയന്തര നടപടികൾ MPയുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ സത്വരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നലെ തൊട്ട് ഞങ്ങളെല്ലാം ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി റിലീസ് ചെയ്ത് നാട്ടിലെത്തുകയും അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷകൾ നടക്കും എന്നാണ് അറിയാനുള്ളത്. ഈ ഇദ്ദേഹത്തിൻ്റെ വിയോഗം ഈ നാടിൻ്റെ ആകെ ഒരു വിയോഗമായി ആ ദുഃഖത്തിൽ ഞങ്ങളെല്ലാം അഗാധമായി പങ്കുചേരുകയാണ്. ഏക സഹോദരി ആൻസി വിവാഹിതയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് സാജന്റെ മരണവാർത്ത പുനലൂരിലെ ബന്ധുക്കൾ അറിഞ്ഞത്. ഒരിക്കൽ വാഴവിള പ്രദേശത്തെ അടിവള്ളൂർ കുടുംബം എന്ന് പറയുന്ന ഒരു വലിയ കുടുംബത്തിലെ ഫാമിലിയിലെ ഒരു അംഗമാണ് ഈ സാജൻ ജോർജ്. ഈ സാജൻ ഇവിടുന്ന് പോയിട്ട് ഇപ്പം ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഈ ദുഃഖവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഈ നാട് ഒന്നടങ്കം എത്തിവറച്ച് നിൽക്കുകയാണ്. എല്ലാവരും വളരെയധികം ദുഃഖത്തിലാണ്. ഇവിടെ 29 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ. ഇവിടെ ഗവൺമെൻറ് ഇതിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഇവിടുന്ന് പോയിട്ട് ഒരു മാസം കഴിഞ്ഞേ ഉള്ളൂ. അതാണ് പറയാനുള്ള നാട് ഒന്നടങ്കം ഈ ദുഃഖത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ നിരവധി പ്രമുഖർ സാജന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. സാജൻ ജോർജിൻ്റെ നിര്യാണം ഈ നാടിന് ഒരു തീരാത്ത നഷ്ടമാണ്. കാരണം ഏതാവശ്യത്തിനും ഓടിയെത്തുന്ന ഒരു പയ്യനായിരുന്നു. സ്നേഹസമ്പന്നനായൊരു പയ്യനായിരുന്നു. ജോലിക്കായി പോയിട്ട് കഷ്ടിച്ച് ഒരു മാസം മാത്രമേ ആയുള്ളൂ. ആദ്യത്തെ ശമ്പളം വന്നു. എല്ലാ ദിവസവും കൃത്യമായിട്ട് വീട്ടിൽ വിളിക്കുമായിരുന്നു. പക്ഷെ ഇന്നലെ രാവിലെ സംഭവമായതുകൊണ്ട് ആരും അറിഞ്ഞില്ല. ഈ വീട്ടുകാർ വൈകുന്നേരം TV വെച്ചപ്പോൾ TV കൂടെ ഇങ്ങനെ പേരെഴുതി കാണിക്കുമെങ്കിലും ആളിനെ പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ TV-യിലും പത്രത്തിലും ഒക്കെ കണ്ടാണ് സ്ഥിരീകരിച്ചത്. മോന്റെ കൂടെ ഞാനും പോവും. അങ്ങനെ പറഞ്ഞൂടെ അമ്മ, എന്തായാലും ഞാൻ പറയാം. എനിക്ക് നല്ല പണം പൂർത്തിയായതിനെ കൊണ്ടുപോകുന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.